ദുബായിൽ നടക്കുന്ന 19ാമത്തെ എയർ ഷോയിലാണ് തേജസ് വിമാനം തകർന്നു വീണത്. ഏതാണ്ട് 115ഓളം രാജ്യങ്ങളിൽ നിന്ന് 200ഓളം യുദ്ധവിമാനങ്ങളുടെ അഭ്യാസ പ്രകടനമായിരുന്നു നടന്നത്. ഈ വ്യോമാഭ്യാസം എന്ന് പറയുന്നത് വളരെ കുഴപ്പം പിടിച്ച ഒന്നാണ്. വളരെയേറെ തിരിയുകയും മറിയുകയും വെട്ടിത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രക്രിയ. ഓരോ രാജ്യവും അവരുടെ വൈമാനികരുടെ ശേഷി തെളിയിക്കാനും സാങ്കേതിക ശേഷി ബോധ്യപ്പെടുത്താനും ഒക്കെയായി പരമാവധി പരിശ്രമം നടത്തും. ഇന്ത്യ എക്കാലത്തും ദുബായ് എയർ ഷോയുടെ ഭാഗമാണ്, കൈയടി കിട്ടാറുണ്ട്. എന്നാൽ ഇന്നലെ ഉണ്ടായ ആ ദുരന്തം വലിയ നിരാശയും ദുഃഖവും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട്. തേജസ് വിമാനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ്. 2200 കിലോഗ്രാം മാത്രം തൂക്കമുള്ള ഇന്ത്യയുടെ സൂപ്പർസോണിക് യുദ്ധവിമാനം ഏതാണ്ട് 3500 കിലോഗ്രാം ഭാരം വഹിക്കാൻ ശേഷിയുള്ളതാണ്. 1850 കിലോമീറ്റർ ദൂരെ വരെ സഞ്ചരിച്ച് ലക്ഷ്യം പൂർത്തിയാക്കി തിരിച്ചു വരാൻ ഇന്ത്യയുടെ തേജസിന് കഴിയും. 1988 മിഗ് വിമാനങ്ങളെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഇന്ത്യ മിഗ് വിമാനങ്ങൾ തുടർച്ചയായി അപകടത്തിൽപ്പെട്ടതോടെ സ്വന്തമായി യുദ്ധവിമാനം വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിന്റെ ഫലമാണ് തേജസ്. 1983 ഈ സ്വപ്നം നമ്മൾ കണ്ടു തുടങ്ങിയെങ്കിലും 2001 ആദ്യ പരീക്ഷണം വിജയിക്കുന്നതും പരീക്ഷണ പറക്കൽ നടക്കുന്നതും. പക്ഷേ എന്നിട്ടും ഇത് വ്യോമസേനയുടെ ഭാഗമായില്ല. 2014 മോദി അധികാരത്തിൽ വന്നതിന് ശേഷം DRDOയെ കൊണ്ട് നമ്മുടെ ആയുധങ്ങളൊക്കെ നിർമ്മിക്കാനുള്ള മേക്ക് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് അതിന്റെ തുടക്കം കുറിച്ചതും 2015 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറിയതും. ഇത് വലിയ തോതിൽ ലോകത്തിന്റെ ശ്രദ്ധ നേടിയിരുന്നു. ഏറെ സുരക്ഷയുള്ള തേജസ് ലോകത്ത് അത്ഭുതമായി മാറിയിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ കരുത്തും ഏത് യുദ്ധ സാഹചര്യത്തിലും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പടയാളിയുമായിരുന്നു തേജസ്. ആ തേജസ് ലോകത്തിന്റെ മുഴുവൻ മുമ്പിൽ വെച്ച് തകർന്നു വീഴുമ്പോൾ തീർച്ചയായും ഇന്ത്യക്ക് ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ചൈനയും പാകിസ്ഥാനും ഒക്കെ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യൻ യുദ്ധവിമാനത്തെ അപമാനിക്കാൻ അവഹേളിക്കാൻ രംഗത്തിറങ്ങുമ്പോൾ തേജസിന്റെ കാര്യക്ഷമതയില്ലായ്മയെക്കുറിച്ച് ഇന്ത്യൻ വൈമാനികരുടെ പരിചയക്കുറവിനെ കുറിച്ചൊക്കെ ചൈനീസ് പാക് സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹസിക്കലുകളും ട്രോളുകളും നടക്കുന്നു. വാസ്തവത്തിൽ അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ യുദ്ധവിമാനങ്ങൾ ഇത്തരം വ്യോമാഭ്യാസങ്ങളിൽ മുൻപ് വീണിട്ടുണ്ടെന്നും ഇതൊക്കെ പതിവുള്ളതാണെന്നും അറിയാത്തതുകൊണ്ടല്ല, കിട്ടിയ അവസരത്തിൽ ഇന്ത്യയുടെ സാധ്യത ഇല്ലാതാക്കാനാണ്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശ പകരുന്നത് തന്നെയാണ് ഈ അപകടം. എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള അന്വേഷണം വ്യോമസേന പ്രഖ്യാപിച്ചിട്ടുണ്ട്. UAE സർക്കാരിനോട് സഹായം തേടിയിട്ടുണ്ട്.